ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ആക്ഷൻ അനാലിസിസും കാര്യങ്ങളൊക്കെ ഒരു ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സ് പോലെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസും തന്നെ സ്ഥിരമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം തൊട്ട് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ തൊട്ട് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയിലെ ആ അനാലിസിസിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും പുതിയ വീഡിയോയിൽ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസും സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമായിരിക്കും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം, ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. എൻ്റെ ഈ ഒരു അനാലിസിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അനാലിസിന് എൻ്റെ അനാലിസിസ് ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടുകളഞ്ഞേക്കാം. അധികം സമയം കളയണ്ട, നേരെ വീട്ടിലേക്ക് എടുക്കാം. പതിവ് പോലെ തന്നെ നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് $1.17 ട്രില്യൺ ആണ്. ഒരു 0.02% ഡിക്രീസ് കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. വളരെ ചെറിയൊരു ഡിക്രീസ് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 41.74% ഇൻക്രീസ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു $22.89 ബില്യൺ ആണ് ഇപ്പോഴത്തെ ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം എന്ന് പറയുന്നത്. ബിറ്റ്കോയിൻ ഡോമിനൻസ് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ഡോമിനൻസും ചെറിയ രീതിയിലൊന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു 0.03% ഇൻക്രീസ് ആണ് ബിറ്റ്കോയിൻ ഡോമിനൻസിലൂടെ സംഭവിച്ചിട്ടുള്ളത്. 48.75% ആണ് ബിറ്റ്കോയിൻ ഡോമിനൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 50 ആണ്, ന്യൂട്രൽ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതായത് സൈഡ് വൈസ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് നമുക്ക് അതവിടെ ബിറ്റ്കോയിൻ്റെ ഈ ഒരു ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ബിറ്റ്കോയിനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ബിറ്റ്കോയിൻ്റെ ഒരു 1 അവറിൽ ഒരു 0.03%, 24 അവറിൽ ഒരു 0.14%, 7 ഡേയ്സിൽ 1.03% മാത്രമാണ് ബിറ്റ്കോയിൻ്റെ ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. വളരെ ചെറിയ ഒരു മൂവ്മെന്റ് ആണ്. കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈ ഒരു ബിറ്റ്കോയിൻ്റെ 1 അവർ, 24 അവർ, 7 ഡേയ്സ് പെർസെൻറ്റേജിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എതേറിയത്തിൻ്റെ വിശേഷവും ഏകദേശം അതുപോലെ തന്നെയാണ്. കാര്യമായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും തന്നെ എതേറിയത്തിൽ സംഭവിച്ചിട്ടില്ല. മറ്റുള്ള ഓൾട്ട് കോയിൻസ് എടുത്ത് നോക്കിയാലും കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റുകളൊന്നും തന്നെ. ഷിബായിനുവിൽ നമുക്കൊരു 11% മൂവ്മെൻറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള ഓൾട്ട് കോയിൻസ് ഒക്കെ അതേപോലെ തന്നെ നിൽക്കുകയാണ്. കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റുകളൊന്നും തന്നെ ഓൾട്ട് കോയിൻസിലും സംഭവിച്ചിട്ടില്ല, ബിറ്റ് കോയിനും സംഭവിച്ചിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ മാർക്കറ്റ് ഒന്ന് സൈഡ് വേസ് ആയിട്ട് നീങ്ങുന്ന, അല്ലെങ്കിൽ ഒരു ഒരു കൺസോൾട്ടേഷൻ പീരീഡിലാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബിറ്റ് കോയിൻ അനാലിസിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിറ്റ് കോയിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് നമ്മുടെ മുൻപുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു അനാലിസിസ് അറിയാമായിരിക്കും. നമ്മൾ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ നമുക്ക് ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് പ്രൈസ് വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുക്കുന്ന രീതിയിൽ ഇവിടേക്ക് വരുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് തൊട്ട് താഴെയുള്ള ഈ ഒരു 27,978 എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ്. ഈ ഒരു റെഡ് ലൈൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ്. ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് വളരെ ശക്തമായിട്ട് താഴേക്ക് പോയിട്ടുള്ളത്. ആൻഡ് വീണ്ടും പ്രൈസ് ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് എത്തുമ്പോൾ ഒന്ന് കൺസോൾട്ടേറ്റ് ആവുന്ന കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ട് ലെവൽ പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വീണ്ടും ആ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് പ്രൈസ് എത്തുമ്പോൾ, അല്ലെങ്കിൽ അവിടേക്ക് പ്രൈസ് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുമ്പോൾ ആളുകൾ ഒരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ആവും എന്ന് വിചാരിച്ചുകൊണ്ട് ആളുകൾ ചിലപ്പോൾ ഷോർട്ട് പൊസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കും. ആൻഡ് അങ്ങനെ എടുക്കുമ്പോൾ പ്രൈസ് വീണ്ടും ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് വീണ്ടും പ്രൈസ് മുകളിലേക്ക് കയറാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഫോൾസ് സിഗ്നൽസ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കൃത്യമായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലിലൊക്കെയാണോ പ്രൈസ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്നോ, അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ നിന്നോ പ്രൈസ് ഒരു റിജക്ഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ ഒരു 36,000 നമുക്ക് വേണമെങ്കിൽ അടുത്ത ഒരു ടാർഗറ്റ്, ഒരു ഷോർട്ട് ടൈം ടാർഗറ്റ് ആയിട്ട് വേണമെങ്കിൽ ഈ 36,000 എന്ന് പറയുന്ന ലെവൽ എടുക്കാം. കാരണം ഈ ഒരു 36,000 എന്ന് പറയുന്നത് മുൻപ് ഒരുപാട് തവണ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ആൻഡ് ആ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് വളരെ ശക്തമായിട്ട് താഴേക്ക് വന്നിട്ടുള്ളത്. സോ അടുത്തത് ഇവിടെ നിന്നൊരു റിജക്ഷൻ, ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നും പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്നും പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ 36,000 എന്ന് പറയുന്ന ഈ ഒരു ലെവലാണ്. ഓക്കെ, ആൻഡ് അടുത്ത ടൈം ഫ്രെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ ഡിസ്കോഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈബിറ്റിൽ എൻ്റെ റെഫർ ലിങ്ക് വെച്ചുകൊണ്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഒരു $50 മുതൽ $100 വരെ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. ഡിസ്കോഡ് ഗ്രൂപ്പിൽ ഞാൻ എടുക്കുന്ന ട്രേഡ്സ് ഞാൻ അപ്പോൾ തന്നെ ഷെയർ ചെയ്യാറുണ്ട്. എൻ്റെ ട്രേഡ്സുകൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിസ്കോഡ് ഗ്രൂപ്പാണ്. ഞാൻ എടുക്കുന്ന ട്രേഡ്സ് അപ്പോൾ തന്നെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല എൻ്റെ വാച്ച് ലിസ്റ്റ്, ഞാൻ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ള
എൻ്റെ ടോക്കൺസ് അല്ലെങ്കിൽ എൻ്റെ അനാലിസിസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ട്രേഡേഴ്സിൻ്റെ ഡിസ്കഷൻസും അല്ലെങ്കിൽ അവരുടെ ട്രേഡിംഗ് ഐഡിയാസും അവരുടെ എൻട്രീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസ് നടത്താനും അതിൻ്റെ ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ഐഡിയ കിട്ടാനൊക്കെ നമ്മുടെ ഡിസ്കോഡ് ഗ്രൂപ്പ് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. ഇതൊരു സിഗ്നൽ ഗ്രൂപ്പ് അല്ല എന്നുള്ള കാര്യങ്ങൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്. സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അല്ല. എൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള ട്രേഡേഴ്സിൻ്റെ എല്ലാം തന്നെ ട്രേഡിംഗ് ഐഡിയാസും അല്ലെങ്കിൽ ആ ഒരു എൻട്രി എടുക്കുന്നത് ഏത് രീതിയിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഗ്രൂപ്പായിരിക്കും. സോ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് ബിറ്റ്കോയിൻ അനാലിസിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിൽ തന്നെയാണ്. ആൻഡ് ഈ ഒരു അനാലിസിസും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു ലോയിൽ നിന്നും പ്രൈസ് ഈ ഒരു വെഡ്ജ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു വെഡ്ജ് പാറ്റേണിൽ നിന്നും പിന്നീട് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് സംഭവിച്ചപ്പോൾ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലോയിൽ നിന്നും പ്രൈസ് ഈ ഒരു വെഡ്ജ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ഡിസ്റ്റൻസ് തന്നെ നമുക്ക് ഇവിടേക്കും വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 36,000 എന്ന് പറയുന്ന ലെവലിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതും ഒരു 36,000 ആണ് ഒരു ടാർഗറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഈ ഒരു വെഡ്ജ് പാറ്റേണിന് പുറത്തേക്ക് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. ദെൻ വീണ്ടും ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് തന്നെ ഒരു റീടെസ്റ്റ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനിലും അതായത് ഈ ഒരു ട്രെൻഡ് ലൈനിലും പ്രൈസ് ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്നത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള എൻഗൾഫിംഗ് ക്യാൻഡിൽ ആണ് എന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് തന്നെ ബിറ്റ് കോയിനിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ബെയറിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റിനും ഇവിടെ സാധ്യതയുണ്ട്. കാരണം ഇവിടെ നോക്കുകയാണെങ്കിൽ CPR ഇൻഡിക്കേറ്റർ ഇവിടെ ഇട്ടിട്ടുണ്ട്, മന്ത്ലി CPR ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഈ ഒരു മന്ത്ലി CPR ഇൻഡിക്കേറ്ററിന് താഴെ തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. ഓക്കെ, മന്ത്ലി CPR ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു മന്ത്ലി CPR ലെവൽസിലേക്ക് പ്രൈസ് പോയിട്ടുണ്ട്. ആൻഡ് അവിടെ നിന്ന് വീണ്ടും ഒരു റിജക്ഷൻ കിട്ടിയ പ്രൈസ് താഴെയാണ് നിൽക്കുന്നത്. ആൻഡ് വീണ്ടും ഈ ഒരു CPR ലെവലിൽ പ്രൈസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്ന ഏരിയ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വളരെ ശക്തമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ലെവലാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു റെസിസ്റ്റൻസ് ലെവലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരുപാട് തവണ സപ്പോർട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. അപ്പോൾ ഈ ഒരു ലെവൽ പ്രൈസ് അതായത് 29,000 മുതൽ 29,600 മുതൽ 29,800 വരെയുള്ള ഈ ഒരു ലെവൽ പ്രൈസിന് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു റിജക്ഷൻ പ്രൈസിന് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ബെയറിഷ് ടാർഗറ്റ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കുന്നത് 28,254 എന്ന് പറയുന്ന ലെവലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് അതായത് CPR S1 ആയിട്ടുള്ള മന്ത്ലി CPR S1 ആയിട്ടുള്ള 25,254 ആയിരിക്കും നമുക്ക് പിന്നീട് എടുക്കാൻ പറ്റുന്ന ഒരു ബെയറിഷ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇനി അതല്ല ഈ ഒരു ലെവലിന് ഈ 29,600 മുതൽ 29,800 വരെയുള്ള ഈ ഒരു ലെവലിന് ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോയി പ്രൈസ് അവിടെ ഹോൾഡ് ചെയ്യാനായിട്ട് പ്രൈസിന് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ഷോർട്ട് ടൈം ടാർഗറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മന്ത്ലി R1 ആയിട്ടുള്ള മന്ത്ലി CPR R1 ആയിട്ടുള്ള 31,147 എന്ന് പറയുന്ന ലെവലിൽ നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബെയറിഷ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബുള്ളിഷ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടാർഗറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളും നിങ്ങളുടേതായിട്ട് അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ടാർഗറ്റ് വെക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. എൻ്റെ അനാലിസിസ് മാത്രമാണ് ഞാനോട് ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഫോർവേഡ് ടൈം ഫ്രെയിമിലാണ് നമുക്ക് ഈ രീതിയിലുള്ള ഒരു ബ്രോഡനിങ് വെച്ച് ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലിൽ അതായത് ഈ ഒരു 29,000 മുതൽ 29,200 മുതൽ 29,300 വരെയുള്ള ഈ ഒരു ലെവലിന് മുകളിൽ തന്നെ പ്രൈസ് ഹോൾഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് ബുള്ളിഷ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ബെയറിഷ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബെയറിഷ് ആവുകയാണ് എന്നുണ്ടെങ്കിലുള്ള ടാർഗറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബുള്ളിഷ് ആവുകയാണ് എന്നുണ്ടെങ്കിലുള്ള ടാർഗറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുക. ഓരോ ടൈം ഫ്രെയിമിലും പോയിട്ട് ഹയർ ടൈം ഫ്രെയിംസിലും ലോവർ ടൈം ഫ്രെയിംസിലും ഒക്കെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുക. അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടുകളഞ്ഞേക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.